അതിനുശേഷം വീണ്ടും ഫുട്ബോൾ റാൻഡം വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അക്ഷരമാല, അതിനുശേഷം റാൻഡം കിഡ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു. വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. കിഡ്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ AI ഇമേജ് ക്രിയേഷൻ ട്രൈ ചെയ്തു, AI വീഡിയോ ക്രിയേഷൻ ട്രൈ ചെയ്തു. ഏറ്റവും കൂടുതൽ ആവശ്യം അക്ഷരമാലകളായതുകൊണ്ട് മലയാളം അക്ഷരമാല ട്രൈ ചെയ്തു, ഇംഗ്ലീഷ് അക്ഷരമാല ട്രൈ ചെയ്തു. ഓക്കെ, സീറോ കണ്ടന്റ് ക്രിയേഷൻ സ്കിൽ. കണ്ടന്റ് ക്രിയേഷനിൽ ഒരു അബ്സല്യൂട്ട് ബിഗിനർ ആയിട്ടുള്ള ഞാൻ 2024 മാർച്ചിൽ അപ്ലോഡ് ചെയ്ത എൻ്റെ ആദ്യത്തെ വീഡിയോൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ യൂട്യൂബ് വീഡിയോസിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ, സീറോ ക്വാളിറ്റി വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ ഇത് സ്ക്രീൻ ഷെയർ ആണ്, ഇതിൽ ഫേസ് ഇല്ല, ഇതിൽ സൗണ്ട് കുറവാണ്, ഇതിൽ എഡിറ്റിംഗ് ഇല്ല, ഇത് സീറോ എഡിറ്റിംഗ് ആണ്. ഒരു കണ്ടന്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്കിൽസിൽ ഓരോ സ്കിൽസും ഈച്ച് ആൻഡ് എവറി സ്കിൽസ് എടുത്ത് നോക്കിയാൽ അതിൽ എല്ലാ സ്കിൽസിലും സീറോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ബിഗിനർ ആയിരുന്നു ഞാൻ എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം 50ഓളം വീഡിയോസ് ഈ 2 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടും ആ 2 ചാനലും മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അതിന് ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളും അത് മോണിറ്റൈസ്ഡ് ആവാതിരിക്കാനുള്ള മൂലപ്രധാന കാരണങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം 3ാമത്തെ ചാനലിൽ മാത്രം ഏകദേശം 50ഓളം വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തു. ഈ കണ്ടന്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്കിൽസുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയിട്ട് ഫിലിമിങ് തുടങ്ങി റെക്കോർഡിങ്, ലൈറ്റിങ്, അതിൻ്റെ എഡിറ്റിംഗ്, തംബ്നെയിൽ ക്രിയേഷൻ, ടൈറ്റിൽ ഐഡിയാസ്, പബ്ലിഷ് ചെയ്യണം, തംബ്നെയിൽ ടൈറ്റിൽ കോമ്പിനേഷൻ, പാക്കേജിങ്, ഈ ഡിഫറെൻറ്റ് സ്കിൽസിൽ ഏറ്റവും ബേസിക് ലെവലിലും തുടങ്ങിയിട്ട് കണ്ടിന്യൂസ്ലി ഓരോ സ്കിൽസ് ലെവലും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ quality ലെവലിലേക്ക് എത്തി. Okay, your question was why you want to work with us, right? Yes, exactly. The question is, why do you want to work with us? What about this company excites you? You speak slow, very slow. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ മോണിറ്റൈസേഷൻ ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മോണിറ്റൈസേഷൻ ജേണി ആർക്കും ഉപകരിക്കും? ഇൻ ജനറൽ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇത് ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ഭയങ്കര ടഫാണെന്നാണ് ഞാൻ ഒരുപാട് കേൾക്കുന്നത്. പക്ഷേ പലർക്കും ഇത് ലെക്കാണ്. പക്ഷേ യൂട്യൂബ് ടഫാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങി പക്ഷേ മോണിറ്റൈസേഷൻ ആവാൻ പോലും, അതായത് ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സ് ആവാൻ വരെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും ലെസൺസ് ഉണ്ടാവും. അതിനുശേഷം യൂട്യൂബ് തുടങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ഈവൻ സ്റ്റാർട്ട് ചെയ്യാൻ വരെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്തരക്കാർക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും ലെസൺസോ പുതിയ അറിവുകളോ അല്ലെങ്കിൽ ഈവൻ ഇൻസ്പിറേഷൻസോ ഉണ്ടാവുമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് കരുതുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ, ഹൗ ടു സ്റ്റാർട്ട് യൂട്യൂബ്. ഏകദേശം 1 വർഷം കഴിഞ്ഞു ഇത് അപ്ലോഡ് ചെയ്തിട്ട്. മാർച്ച് 28 ഇത് അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം ആകെ കിട്ടിയത് 84 വ്യൂസാണ് ഇതുവരെ ഈ വീഡിയോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് അതിന് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത്. ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ആദ്യത്തെ വീഡിയോ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അബ്സല്യൂട്ട് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ടൈമും ഏറ്റവും കുറഞ്ഞ എഫേർട്ടും കൺസിഡർ ചെയ്തിട്ട് അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യലാണ് ആദ്യത്തെ സ്ട്രാറ്റജി. ഈ വീഡിയോ ആയാലും എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഫേസ് കാണിച്ചില്ല. എൻ്റെ ലാപ്ടോപ്പ് സ്ക്രീൻ ഷെയർ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് ഒരു മൈക്ക് ഉപയോഗിക്കാതെ ഈ ഉള്ള വോളിയത്തിൽ ഏത് രീതിയിൽ വോളിയം പിക്ക് ചെയ്യുന്നോ ആ രീതിയിൽ വോളിയം പിക്ക് ചെയ്തിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ നോക്കിയത്. അതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ. ഇനി രണ്ടാമത്തെ യൂട്യൂബ് വീഡിയോ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് പ്രൊഫഷണൽ ആവാൻ ശ്രമിച്ചു. ഹൗ ടു ട്രെയിൻ ഇംഗ്ലീഷ് എഫക്റ്റീവ്ലി വിത്തൗട്ട് എ ട്രെയിനർ എന്നുള്ള ടൈറ്റിലിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. ആകെ കിട്ടിയത് 900 വ്യൂസാണ്. ഇതിൽ ഞാൻ കുറച്ച് പ്രൊഫഷണൽ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കുറച്ചൊരു PPT ലെവലിലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു വീഡിയോ ക്രിയേഷനിൽ ഒരു ഗെറ്റ് ഗോയിങ് സ്റ്റേജിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യണം. ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു ടൈനി പെർസെൻറ്റേജ് ഇംപ്രൂവ് ചെയ്യണമെന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ വീഡിയോയിലും കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. വീണ്ടും ഇംഗ്ലീഷ് വീഡിയോ അപ്ലോഡ് ചെയ്തു, വീണ്ടും ഒരു കിഡ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു. കാരണം നീഷ നോക്കുന്നില്ല, ഓഡിയൻസ് നോക്കുന്നില്ല, ടോപ്പിക് നോക്കുന്നില്ല, അടുത്തൊരു കിഡ്സ് കണ്ടന്റ് ആണ് വരുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് കണ്ടന്റ് വന്നു. അതിനുശേഷം ഒരു ബേർഡിനെ പ്രാവിനെ റിലീസ് ചെയ്യുന്ന ഒരു റാൻഡം വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇതെല്ലാം കണ്ടന്റ് ക്രിയേഷൻ മസിൽ സ്ലോലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ഫുട്ബോളിലോട്ട് പോയി. റാൻഡമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന നേരത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തു. ആ വീഡിയോ എഡിറ്റൊന്നും ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ ഒരു ബേസിക് എഡിറ്റിംഗ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ബേസിക് അക്ഷരമാല പഠിപ്പിക്കുന്ന വീഡിയോസിലേക്ക് മാറി. കാരണം അതിൽ സ്കിൽ വാല്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വീണ്ടും ഫുട്ബോൾ റാൻഡം വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അക്ഷരമാല, അതിനുശേഷം റാൻഡം കിഡ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു.
വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം വാല്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. കിഡ്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ AI ഇമേജ് ക്രിയേഷൻ ട്രൈ ചെയ്തു, AI വീഡിയോ ക്രിയേഷൻ ട്രൈ ചെയ്തു. ഏറ്റവും കൂടുതൽ ആവശ്യം അക്ഷരമാലകളായതുകൊണ്ട് മലയാളം അക്ഷരമാല ട്രൈ ചെയ്തു, ഇംഗ്ലീഷ് അക്ഷരമാല ട്രൈ ചെയ്തു. എനിക്ക് വ്യൂസ് ഒന്നും കിട്ടാറില്ല. ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചത് ഈ ഒരു വീഡിയോക്കാണ്. അത് കേവലം 25,000 വ്യൂസ് മാത്രമാണ്. ഈ ചാനലിൽ 556 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ചാനൽ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ഫെയിലിയർ അല്ല ഈ ചാനലിൽ. ഈ ചാനലിൻ്റെ ഉദ്ദേശം ഒരു കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുക, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഓരോ വീഡിയോസിനും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഗോൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഗോൾ ഈ ചാനലിലൂടെ ഞാൻ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൻ്റെ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ ഒരുപാട് മിക്സ്ഡ് കണ്ടന്റ് ആണ് ഈ ചാനൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് നീഷ് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒരു മിക്സ്ഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഞാനൊരു എഡ്യൂക്കേഷൻ വീഡിയോ ഇട്ടാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 20% കാണും. 20% മാത്രം ഞാനിട്ട് വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ആ കണ്ടന്റ് സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ടോപ്പിക് അല്ലെങ്കിൽ നീഷ ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയെ, ഒരു ചാനലിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു നീഷ വേണം, ഒരു ടോപ്പിക് വേണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തിനു വേണ്ടി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്ത് വാല്യൂ ആണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ട് ഉത്തരം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക് നമുക്ക് വേണം. നമ്മളെ എക്സ്പെർട്ടൈസ് ഏത് ടോപ്പിക്കിലാണോ ആ ടോപ്പിക്കിൽ നമ്മളെ യൂസേഴ്സിന് വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വാല്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ യൂട്യൂബ് വീഡിയോസിലൂടെ സാധിക്കണം എന്നുള്ളതാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ് എൻ്റെ രണ്ടാമത്തെ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ രണ്ടാമത്തെ ചാനൽ എടുത്ത് നോക്കിയാൽ നെയിമിങ് പോലും മലയാളം ലാംഗ്വേജ് സ്കില്ലാണ്. ഈ ഒരു ചാനൽ ഒരു പ്രോപ്പർ നീഷയുണ്ട്. ഇത് ഫേസ്ലെസ് ചാനലാണ്. മലയാളം ലാംഗ്വേജ് പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ, അപ്പോഴും എഡ്യൂക്കേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ വീഡിയോനെ എടുത്ത് നോക്കിയാൽ ഒരു മലയാളം അക്ഷരമാല പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു കിഡ്സ് കണ്ടന്റ് ആയതുകൊണ്ട് കിഡ്സ് യൂഷ്വലി സബ്സ്ക്രൈബ് ചെയ്യില്ല. സബ്സ്ക്രിപ്ഷൻ കൗണ്ട് വളരെ കുറവായിരിക്കും കിഡ്സിൻ്റെ കണ്ടന്റിൽ. വീഡിയോ എൻഗേജിങ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ റിട്ടൻഷൻ, എത്ര ആൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്നുള്ള കാര്യം അതിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം കിഡ്സിന് എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോ കണ്ടാൽ കംപ്ലീറ്റ് ആയിട്ട് കാണാനുള്ള ടെൻഡൻസി കിഡ്സിനുണ്ടാവും. പക്ഷേ കിഡ്സ് ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യില്ല. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തന്നെ പാരൻസ് ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കിഡ്സ് കണ്ടന്റിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവായിരിക്കും, വാച്ച് അവേഴ്സ് ഏകദേശം നല്ല രീതിയിൽ കിട്ടും എന്നുള്ളതാണ്. കിഡ്സ് കണ്ടന്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ചാനൽ ഞാൻ വളർത്തിക്കൊണ്ടേയിരുന്നു. അതിലും ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അവസാനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഫെബ്രുവരി 25-ാം തീയതിയാണ്. അതിന് കേവലം 15 വ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 77 വ്യൂസ്, 8 വ്യൂ, 35 വ്യൂ, 26 വ്യൂ, 30 വ്യൂ, 45 വ്യൂ, 25 വ്യൂ, 117 വ്യൂ, 31 വ്യൂ, 453 വ്യൂ, 1597 വ്യൂ, 36,000 വ്യൂ. വ്യൂസ് നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല, സബ്സ്ക്രിപ്ഷൻ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ വീഡിയോയിലും നമ്മളെ കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ എൻഷുർ ചെയ്താൽ മതി. ആ മസിൽ ബിൽഡായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവയർനെസ് നമ്മളെ ത്രൈവ് ചെയ്യണം, നമ്മളെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മൂന്നാമത്തെ ചാനൽ പ്രോപ്പർ നീഷ് സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മൂന്നാമത്തെ ചാനൽ എടുത്ത് നോക്കിയാൽ അതിൽ കണ്ടന്റിലേക്ക് പോവാം. ഇതിൽ ടോട്ടൽ 63 കണ്ടന്റാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ലാംഗ്വേജ് ടീച്ചിങ്ങിൽ എനിക്ക് എന്നും താല്പര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കണ്ടന്റ് എടുത്ത് നോക്കിയാൽ 12 ബേസിക് ഇംഗ്ലീഷ് ടെൻസസ് എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം. ഈ ഒരു കണ്ടന്റിൽ ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ കേവലം ഒരു സ്ലേറ്റും പെൻസിലും മാത്രം എടുത്തതിന് ശേഷം അതിൽ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതി. വ്യൂവേഴ്സ് മുഴുവനായിട്ട് കണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതും എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പെൻസിലോ അല്ലെങ്കിൽ പേനോ എടുത്തിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റിട്ടൻഷൻ കൂടുതൽ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എഴുതിക്കൊണ്ട് എഡ്യൂക്കേഷൻ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം കേവലം ഞാൻ ഡിസൈൻ ചെയ്ത ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടതാണ്. ഇത് കണ്ടന്റ് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാനുള്ള വീഡിയോ കണ്ടന്റാണ്. അതിനുശേഷം ഭാഷ പഠിപ്പിക്കുന്നതും സ്ലേറ്റും പെൻസിലും ഉപയോഗിച്ചിട്ട് വരച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി. അതിനുശേഷം നോട്ട്ബുക്കിൽ ചിത്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി ട്രൈ ചെയ്തു. അതിനുശേഷം വീണ്ടും സ്ലേറ്റും പെൻസിലും. അപ്പോൾ ഈ സ്റ്റേജായിട്ടും എനിക്ക് ഫേസ് കാണിക്കാനുള്ള കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫേസ് കാണിക്കാൻ ഒരു രീതിയിലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എൻ്റെ വോയിസ് കേൾപ്പിക്കാൻ എനിക്ക് ഓക്കെ ആയിരുന്നു. ഫേസ് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് എനിക്ക് നീക്കം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള ആ മസിൽ ബിൽഡ് ചെയ്യണം. അതിന് പ്രോപ്പർലി ഞാനൊരു റെക്കോർഡിങ് ഹാബിറ്റ് എൻ്റെ ഹാബിറ്റ് ട്രാക്കറിൽ മാർക്ക് ചെയ്ത് തുടങ്ങി. സിംപ്ലി ഈവൻ ദോ നമ്മൾ
പബ്ലിഷ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് റെക്കോർഡ് ചെയ്തിടുക, ഫോണിലിരുന്നോട്ടെ. അതിനുശേഷം ഇത് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യണം എന്നുള്ള ചിന്തയിലൂടെ ടെലഗ്രാമിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കീപ്പ് ഓൺ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നു. വെറുതെ പബ്ലിഷ് ചെയ്തു, വെറുതെ റെക്കോർഡ് ചെയ്യും, വെറുതെ പബ്ലിഷ് ചെയ്യും. ആദ്യം ഇംഗ്ലീഷിൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ റെക്കോർഡ് ചെയ്തു, ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം പതുക്കെ മലയാളത്തിലേക്ക് മാറി മലയാളത്തിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. പബ്ലിഷ് ചെയ്യുമ്പോൾ യൂട്യൂബിലേക്കല്ല, കേവലം ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനുള്ള മസിൽ പതുക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി അബ്സല്യൂട്ട് ബിഗിനർ ആയിട്ടുള്ള ഈ റെസിസ്റ്റൻസ് എല്ലാം ഉള്ള, അല്ലെങ്കിൽ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള, കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ഈവൻ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ ഏതെല്ലാം സ്ട്രാറ്റജിയാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്കത് വർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും വർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് ലെസൺസ് എടുക്കാൻ പറ്റും, അതിനുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ചിട്ട് എൻ്റെ ആദ്യത്തെ മലയാളം വീഡിയോ, ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തു. ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി വേണം. അപ്പോൾ ഈ ഒരു ട്രാപ്പ് ഇത് എനിക്ക് ഒരുപാട് കാലമായിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അറിവായിരുന്നു. ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഉപകാരപ്പെടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫേസ് കാണിച്ചുകൊണ്ട് എൻ്റെ ആദ്യത്തെ ഫേസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോക്ക് ആകെ കിട്ടിയത് 512 വ്യൂസാണ്. എത്രയായി പബ്ലിഷ് ചെയ്തിട്ട് ഫെബ്രുവരിയിൽ പബ്ലിഷ് ചെയ്തതാണ്. ഇതുവരെ കിട്ടിയത് ടോട്ടൽ 512 വ്യൂസ്. ഫേസ് കാണിച്ചിട്ടുള്ള നിരന്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള മസിൽ പതുക്കെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള മസിൽ പതുക്കെ ബിൽഡ് ആയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും സ്ക്രിപ്റ്റിംഗ്, റെക്കോർഡിംഗ്, സ്പീച്ച് പ്രാക്ടീസ്, എഡിറ്റിംഗ്, ലൈറ്റിംഗ്, സൗണ്ട്, തംബ്നെയിൽ, ടൈറ്റിൽ, പബ്ലിഷിംഗ്, ഈ ഡിഫറെൻറ്റ് ഏരിയാസിൽ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ 1000 വ്യൂസ് കയറി. പിന്നെ അതിന് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്തു, വ്യൂസ് ഇല്ല. ഈ ഒരു വീഡിയോയിലും 3K വ്യൂസ് കയറി. അതിനുശേഷം 1K വ്യൂസ് കയറി. പിന്നെ 600 വ്യൂ, 900 വ്യൂ, 2000 വ്യൂ. ഈ ഒരു വീഡിയോക്ക് 14,000 വ്യൂ കയറി. അതിനുശേഷം വീണ്ടും 800 വ്യൂ. അതിനുശേഷം വീണ്ടും 12,000 വ്യൂ. ഓക്കെ, ഇതും യൂസ്ഫുൾ ആവാൻ തുടങ്ങി. അതിനുശേഷം AI എക്സ്പ്ലനേഷൻ വീഡിയോ 5000 വ്യൂ, നോട്ട് ബാഡ്. പിന്നെ 145 വ്യൂ, 660 വ്യൂ. വീണ്ടും വ്യൂസ് കുറയാൻ തുടങ്ങി. വീണ്ടും കണ്ടന്റ് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഹാബിറ്റ് ട്രാക്കർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റി വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ബുക്ക് റിവ്യൂ ചെയ്തു. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ചെയ്തു. നോഷൻ റിലേറ്റഡ് എക്സ്പ്ലെയിനർ വീഡിയോസ് ചെയ്തു. അതിനുശേഷം ഗ്രാമർ ചെയ്തു. വീണ്ടും ChatGPT എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ചെയ്തു. അതിനുശേഷം ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോ. അതിനുശേഷം ഈ ഒരു വീഡിയോ ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം എന്നുള്ള വീഡിയോ ആണ് അത്യാവശ്യം വ്യൂസ് കയറിയത്. 87,000 ആളുകൾ ആ വീഡിയോ കണ്ടു. അത് യൂസ്ഫുൾ ആയിരുന്നു, അത് എൻഗേജിങ് ആയിരുന്നു, അതിൽ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷനിൽ ആ കണ്ടന്റിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഓവർവ്യൂ നൽകാൻ കഴിഞ്ഞു. ഈ തംബ്നെയിലും ടൈറ്റിലും ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ പ്രോപ്പർലി പാക്കേജ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വീഡിയോൻ്റെ ഉള്ളിൽ എന്ത് ഇൻഫർമേഷൻ ആണ് ഉള്ളത് എന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. തംബ്നെയിൽ അട്രാക്റ്റീവ് ആയിരുന്നു. എല്ലാം കൊണ്ടും ഈ വീഡിയോ നല്ല രീതിയിൽ പെർഫോം ചെയ്ത വീഡിയോ ആയി. വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 157 വ്യൂ, 194 വ്യൂ, 397 വ്യൂ, 1000 വ്യൂ, 1400 വ്യൂ, 78 വ്യൂ, 225 വ്യൂ, 37 വ്യൂ, 862 വ്യൂ, 207 വ്യൂ, 0 വ്യൂ, 2 വ്യൂ. ബേസിക്കലി നമ്മൾ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, യൂസ്ഫുൾ കണ്ടന്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ യുണീക്ക് സ്കിൽസും നമ്മുടെ യുണീക്ക് നോളജും ഷെയർ ചെയ്യാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്കിൽ സെറ്റിൽ ഓരോന്നിലും കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ട്രാറ്റജി. യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ലെങ്കിലും, ഈവൻ വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിലും, മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ലെങ്കിലും, നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലൂടെ കേരളത്തിൻ്റെ അങ്ങേ മൂലയിലുള്ള ഏതെങ്കിലും 2 പേര് കണ്ടാൽ തന്നെ ആ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് പഠിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനെങ്കിലും നമുക്ക് ഈ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷനിൽ വേണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഓക്കെ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ 19 വീഡിയോസ് ഇട്ടപ്പോഴേക്കും 25 ദിവസത്തിൻ്റെ ഉള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റായി. അതിനുശേഷം 4000 വാച്ച് അവേഴ്സ് അപ്പോഴും ആയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് 40 വീഡിയോസായി. 40 വീഡിയോസ് എത്തിയപ്പോഴേക്കും ഏകദേശം 65 ദിവസത്തിൻ്റെ ഉള്ളിൽ 4000 വാച്ച് അവേഴ്സുമായി, മോണിറ്റൈസ്ഡ് ആയി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ യൂസ്ഫുൾ ഇൻഫർമേഷനോ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ യൂട്യൂബ് ജേണി ഗോയിങ് ഫോർവേഡ് ഏതെല്ലാം രീതിയിലാണ് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ പീരിയഡിക്കലി ഈ യൂട്യൂബ് ചാനൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ഇൻഫർമേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ കഴിയും. സോ സി യു ടുമോറോ വിത്ത് അനദർ awesome video.